ഹലോ മച്ചാന്മാർ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സാധനം. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ പണിയാൻ പോണേണ്. വർക്ക്ഷോപ്പിനും കുറച്ച് പെട്രോളൊക്കെ അടിക്കാൻ പോകണം. പിന്നെ നമുക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. വണ്ടി ഒന്ന് ഇടിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ലോറിക്കാരൻ നമുക്ക് ഇടിച്ചിട്ടുണ്ടായത്. അതിൻ്റെ സൈഡാണ് ഈ ഇൻഡിക്കേറ്റർ ഇടുന്ന സ്ഥലത്തുണ്ട്. അവിടെയാണ് നമ്മൾ ചളങ്ങിയേക്കണ വണ്ടി. നമുക്കിത് വണ്ടി പണിയാൻ കൊണ്ടുപോകട്ടോ ഫസ്റ്റ്. നമുക്കപ്പോൾ ബോട്ടിലായിക്കോളും മിക്കവാറും കൊണ്ടുപോകണം. ബോട്ട് കയറണമെന്ന് തോന്നുന്നു. നമുക്ക് ബോട്ടിൽ കയറണ വഴിയാണിത്. ഒരു ടോളൊക്കെ കൊടുക്കണുണ്ടോ, ഫ്രീ ആണ്. നമുക്ക് ബോട്ടിലേക്ക് കയറാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണേ. അടിപൊളിയുണ്ട്. അപ്പുറത്തെ ഇപ്പുറത്തെ പുഴയൊക്കെയാണ്. അപ്പോൾ അതായത് നമ്മൾ ഈ ബോട്ടിലാണ് അപ്പോൾ നമ്മുടെ വണ്ടി കയറ്റാൻ പോണത്. വണ്ടി കയറ്റുന്നതാണ്. അടുത്ത ലോറിക്കാരനൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. നമുക്ക് ഇനി നേരെ വണ്ടി പണിയാനുള്ള വർക്ക്ഷോപ്പിലേക്ക് പോവാം. പുള്ളിക്കാരൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായി. വേഗം വന്ന് നമുക്ക് പണിയാന്ന് പറഞ്ഞപ്പോൾ വണ്ടികളൊന്നും ഉണ്ടായില്ല അവിടെ. അപ്പോൾ വേഗം ചെല്ലാൻ പറഞ്ഞു അങ്ങോട്ട്. നമുക്ക് വേഗം തന്നെ എത്തിക്കാട്ടോ, സ്പീഡിൽ പോകാട്ടോ. അപ്പം ഇത് ഇടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാലേ, നമ്മൾ ഒരു സ്ഥലത്തോടെ പാർക്ക് ചെയ്താണ് വണ്ടി. അപ്പം നമുക്കിട്ട് വേറെ ലോറിക്കാരൻ വന്ന് ഇടിച്ചതാണ്. പുറകെ കള്ളെടുത്തപ്പോൾ ഇടിച്ചാണ്. നമ്മളുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചതാണ്. അപ്പം ആ ഫണ്ട് വെച്ചാൽ മതി വണ്ടി പണിയാൻ പോണെയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തണം. വേറെ വണ്ടികളൊന്നും നമുക്ക് അടുത്ത ദിവസം വണ്ടി കിട്ടുള്ളൂ. കാരണം നമുക്ക് ഇപ്പം തന്നെ നമുക്ക് ഇന്ന് തന്നെ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ വേറെ വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം നമുക്കവിടെ എത്താട്ടാ. പക്ഷെ അപ്പം നമ്മുടെ ചാനലിലെ ഈ വീഡിയോ ഒന്ന് നമ്മൾ എല്ലാവരും കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അതേസമയം നമ്മൾ ഇവിടെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. പറഞ്ഞ പോലെ വണ്ടിയൊന്നും ഇല്ല കേട്ടാ ഉള്ളിൽ. വണ്ടി ഇവിടെ കയറ്റിട്ട് നമുക്ക് പോവാം. ഒതുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അതേ റിപ്പയറിനുള്ള ബില്ലൊക്കെ തന്നിട്ടുണ്ട്. ഫണ്ടാക്കി കൊടുക്കാം കേട്ടോ. വണ്ടി ഇതാ ഇപ്പം ശരിയായിക്കൊണ്ടിരിക്കണത് കണ്ടോ. സൈഡിലൊക്കെ നോക്കിക്കാൻ, ഇൻഡിക്കേറ്ററിൻ്റെ സ്ഥലത്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ശരിയാക്കി വന്നുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ വണ്ടി ശരിയാക്കി കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചേട്ടന്മാരെ ചോദിച്ചിട്ട് കേട്ടോ. ചേട്ടന്മാർ വണ്ടിയൊക്കെ പണിത് തന്നില്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ വണ്ടി സാധനങ്ങളൊക്കെ ഇവിടെ പൊളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് നമ്മൾ വണ്ടിയുടെ സാധനങ്ങൾ മാറ്റിയേക്കണത്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തോണ്ട് നമുക്ക് പോകാം കേട്ടോ. വണ്ടി ഫണ്ടാക്കണ്ടില്ല, മാറ്റിയിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്തോണ്ട് നമുക്ക് ഇനി അടുത്തത് നമുക്ക് പെട്രോൾ അടിക്കാൻ പോവാം. പിന്നെ നമുക്ക് ഇടിക്കണം നോക്കണ്ടൊക്കെ നമുക്ക് വണ്ടി എടുക്കാം, പയ്യെ എടുക്കാം. അതിപ്പോൾ കണ്ടല്ലോ ഒപ്പം ഇടിക്കാൻ ഗ്യാസ്. നമുക്ക് ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഈ പെട്രോൾ പമ്പിൻ്റെ ഈ ഇടയിൽ കൂടെ നമുക്ക് കയറ്റാട്ടോ. ഈ സാധനത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കയറ്റാട്ടോ. അത് കയറുമെന്ന് എനിക്കറിയില്ല. കയറിക്കണം. കയറി നമുക്ക് എടുക്കാട്ടോ. പെട്രോൾ ഫുള്ളൊന്നും അടിക്കാനുള്ള, പകുതി അടിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് പെട്രോൾ അടിക്കാം. പെട്രോൾ വേറെ രീതിയിലൊക്കെ കണ്ടോട്ടാ. പെട്രോൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്തോണ്ട് പോകാം. നമ്മൾ അടിച്ചാണ് 14 ലിറ്ററാണ് അടിച്ചാണ്. നമുക്ക് അത് മതി. മഴ കിട്ടിയാൽ ഭയങ്കര മഴയാണ്. അപ്പം വൈപ്പറൊക്കെ ഡോണായി പോവാം. നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇല്ലേ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം. നമുക്ക് വാച്ച് ടൈം വളരെ കുറവാണ്. നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് വേണ്ട കാര്യം നമുക്ക് ഈ വീഡിയോസൊക്കെ ഇടണമെങ്കിൽ. നമുക്ക് വണ്ടി വാഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. നമുക്കപ്പോൾ ഓട്ടോമാറ്റിക് വാഷ് ചെയ്യാൻ ഹെൽപ്പ് കയറ്റാട്ടോ. അതൊക്കെ ഒരു സമയം നല്ലത്. നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാം. നമ്മൾ കയറ്റുന്നത് ഈ വീടിടമ്പോൾ നമുക്കവിടെ പെട്രോൾ വാഷ് ചെയ്യണം. കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും, രണ്ട് സൈഡിലെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും. വണ്ടി കഴുകി വന്നപ്പോൾ ആണ് വണ്ടി ക്ലീൻ ആയിട്ടാ. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ ഒതുക്കിയിട്ടിട്ട് നമുക്ക് നോക്കാം. കാണിച്ചു തരാം വണ്ടി. ഇപ്പം നമ്മുടെ വണ്ടി ഫുള്ള് കണ്ടീഷൻ കൊണ്ടേക്കണം. ഒന്നും ഇല്ലാത്ത വണ്ടി ആക്കിയിട്ടുണ്ടാണ്. എടാ നമ്മൾ ഫ്രണ്ടിലെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കാം. എന്താണ് ഫ്രണ്ടിലാണോ സാധനം കിട്ടിയത്? എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തായി.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തൊരു കിടിലം വീഡിയോ ഇട്ട് കാണാട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണണം കേട്ടോ. നമ്മുടെ ചാനലൊക്കെ ഒന്ന് മനസ്സിൽ എത്തിക്കുക ഗൈസ്. അതുപോലെ വാച്ച് ടൈം നിങ്ങൾ കൂട്ടണം. വാച്ച് ടൈം വളരെ കുറവാണ്.